ഇവിടെ കൺസ്ട്രക്റ്റിവിസവും അത് തന്നെയാണ് പറയുന്നത്. ഒന്നെന്ന് പഠിക്കാതെ നിങ്ങൾ രണ്ട് പഠിച്ചിട്ടില്ല. ഒന്നെന്ന പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ രണ്ട് പഠിച്ചത്. ഒന്നും രണ്ടും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൂന്ന് പഠിച്ചത്. ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നാല് പഠിച്ചത്. ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി, എ വെൽ നോൺ കോൺട്രിബ്യൂട്ടർ ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇൻ ദി ഫീൽഡ് ഓഫ് സൈക്കോളജി that I already told you, the greatest person in psychology, Jean Piaget. Schema എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ. Schemas are the basic building block. They are the cognitive structure or patterns of behavior. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്, വീടെന്ന് ഞാൻ പറയുകയാണ്, ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ സ്കീമ സ്ട്രക്ചറാണ്. സ്കീമയിലേക്ക് പുതിയ അറിവ് കയറുമ്പോൾ ഇൻബാലൻസ് ചെയ്യുന്നത് ഡിസ്ക്വിലിബ്രേഷൻ ആണ്. അറിവ് കയറുന്ന പ്രോസസ്സ് അസിമുലേഷൻ ആണ്. കയറി ഉറയ്ക്കുന്ന പ്രോസസ്സിനെ അക്കോമഡേഷൻ എന്ന് പറയാം. മാറ്റത്തിന് മാത്രം അനിവാര്യമായത് ഒന്നാണോ? കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥികൾക്കായി എൻട്രി ഏറ്റവും മികച്ച തിയറികൾ, അതും കടിച്ചാൽ പൊട്ടാത്ത സൈക്കോളജിക്കൽ തിയറീസ് വളരെ സിമ്പിളായി പൊതുമധ്യത്തിലേക്ക് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ DED, B.ed, CTET, NET, SET, KTET തുടങ്ങിയ അധ്യാപകരുമായി ബന്ധപ്പെട്ട മത്സരാധിഷ്ഠിത ക്വാളിഫൈഡ് എക്സാമുകൾക്കെല്ലാമായി നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടത് എന്ന് കരുതുന്ന സിദ്ധാന്തങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. അത് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, മറിച്ച് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്ന ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാട് മറ്റാരുടെയുമല്ല, ജീൻ പിയാഷെ എന്ന് പറയുന്നത്. ജീൻ പിയാഷെ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ലോകത്തെ മനഃശാസ്ത്ര തലത്തിൽ പ്രത്യേകിച്ച് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കിയ ഒരു വ്യക്തിയാണ്. ജീൻ പിയാഷെ എന്ന് പറയുന്ന വ്യക്തിയെ അറിഞ്ഞുകൂടാത്തവരായി ആരുമില്ല. B.edൻ്റെയും DELൻ്റെയും ഒക്കെ ചുവരുകളിൽ അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും അധികം കേട്ടതും കണ്ടതും പിയാഷെയെയും ബ്രൂണറെയും വൈഗോട്സ്കിയെയും ഡേവിഡ് പോൾ ഒസബലിനെയും തോണ്ടേക്കറെയും ഒക്കെയാണ്. ആദ്യ പദത്തിൽ തന്നെ ഞാൻ ഉപയോഗിച്ചത് ജീൻ പിയാഷെ എന്നാണ്. സോ ആ ജീൻ പിയാഷെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ വേറെ ഒരു ചാനലിലും ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് തപ്പേണ്ട കാര്യമില്ല. എവറിത്തിങ് എല്ലാം നമ്മളിവിടെ തരുന്നു. സോ ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യമായി അവതരിപ്പിക്കുന്ന ടേം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ്. സോ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? നിർമ്മാണം എന്നാണ് പറയുന്നത്, അല്ലേ? കൺസ്ട്രക്റ്റിവിസം, കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണം എന്നാണ്. എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. സ്വാഭാവികമായും നമ്മൾ എന്തായിരിക്കും നിർമ്മിക്കുന്നത്? നോളജിയെ ആയിരിക്കും, അതായത് അറിവിനെ ആയിരിക്കും. സോ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ച്, അറിവ് മനുഷ്യനിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. സോ ആ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രമുഖ വക്താവും കൺസ്ട്രക്റ്റിവിസം എന്ന ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിന് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ദ ഐഡിയ ഓഫ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ദ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. യൂസ് എക്സിസ്റ്റിംഗ് നോളജ് ടു പ്രോബ്ലം സോൾവ് ആൻഡ് ലേൺ ന്യൂ തിങ്. അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യൂസ് എക്സിസ്റ്റിംഗ് നോളജ്, അതായത് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എന്താണ് പഠിക്കാൻ പോകുന്നത്? 4 + 3 = 7 എന്ന് നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് 7 എന്ന കോൺസെപ്റ്റ് അറിയില്ലായിരുന്നു. 4 അറിയാം, 3 അറിയാം, പ്ലസ് എന്താണ് എന്നറിയാം. 4 + 3 എന്ന നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 7 എന്ന് പറയുന്ന പുതിയ ഒരു കണ്ടന്റിനെ, ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ പഠിക്കുന്നു. ഇവിടെയും അത് തന്നെ പറയുന്നുള്ളൂ. കൺസ്ട്രക്റ്റിവിസത്തിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പുതിയ അറിവ് നേടുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീണവരാണ് നിങ്ങളും ഞാനുമെല്ലാം. ഒന്നും പഠിച്ചുകൊണ്ട് വന്നതല്ല, ഇവിടെ നമ്മൾ പഠിക്കപ്പെട്ടതാണ്. നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചരിത്രവും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ മുതിർന്നവരിൽ നിന്നുള്ള അറിവുകളും കേട്ടും കണ്ടും വായിച്ചും പഠിച്ചുമാണ് നമ്മൾ അറിവ് നേടിയത്.
ഇവിടെ കൺസ്ട്രക്റ്റിവിസവും അത് തന്നെയാണ് പറയുന്നത്. ഒന്നെന്ന് പഠിക്കാതെ നിങ്ങൾ 2 പഠിച്ചിട്ടില്ല. ഒന്നെന്ന പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ 2 പഠിച്ചത്. 1ഉം 2ഉം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 3 പഠിച്ചത്. 1ഉം 2ഉം 3ഉം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 4 പഠിച്ചത്. ABCD പഠിച്ചിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ പഠിച്ചത്. മലയാളം എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ ഉച്ചാരണം കേട്ടിട്ടാണ് നിങ്ങൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത്. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ പ്രീവിയസ് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാംശീകരിക്കുകയാണെങ്കിൽ ആ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിനെ നമുക്ക് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയാം. സോ കൺസ്ട്രക്റ്റിവിസം ഇത്രയേ ഉള്ളൂ. യൂസ് എക്സിസ്റ്റിംഗ് നോളജ് ടു പ്രോബ്ലം സോൾവ് ആൻഡ് ലേൺ ന്യൂ തിങ് എന്നുള്ളത്. സോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സൈക്കോളജിസ്റ്റ്, അതായത് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതാണ് ഇതിനെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഈ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിനെ. കൊഗ്നിറ്റീവ് മീൻസ് എന്താണ് കൊഗ്നിഷൻ? കൊഗ്നിറ്റീവ് എന്നൊരു പദം B.ed കാലയളവിൽ നമ്മൾ പഠിക്കുന്നില്ലേ? കൊഗ്നിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എബിലിറ്റി ടു തിങ്ക്, ചിന്തിക്കാനുള്ള കഴിവ്, റീസണിങ് ചെയ്യാനുള്ള കഴിവ്, ആൻഡ് റിമെമ്പറിങ്. എബിലിറ്റി ടു തിങ്ക്, റീസണിങ് ആൻഡ് റിമെമ്പറിങ്, ദാറ്റ് ഈസ് കോൾഡ് കൊഗ്നിറ്റീവ്. ആ ഒരു കൊഗ്നിറ്റീവ് ലെവൽ. സോ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ് ആണ്, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയാണ്. ഇതിനെ നമ്മൾ ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെയൊക്കെ ചിന്ത, നമ്മുടെയൊക്കെ ഓർമ്മ, നമ്മുടെയൊക്കെ റീസണിങ്, നമ്മുടെയൊക്കെ മെമ്മറി കപ്പാസിറ്റി, ഇതെല്ലാം കൊഗ്നിറ്റീവ് എലമെന്റുകളാണ്, ഒരു മനുഷ്യന്റെ കൊഗ്നിറ്റീവ് എലമെന്റുകളാണ്. സോ പ്രമുഖ വക്താക്കളാണ് ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ ആൻഡ് ഡേവിഡ് പോൾ ഓസബൽ. നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തോ മക്കളെ? കൊച്ചുങ്ങളെ, 3 കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ. 1 ജീൻ പിയാഷെ, 2 ജെറോം എസ് ബ്രൂണർ, 3 ഡേവിഡ് പോൾ ഓസബൽ. ഡേവിഡ് പോൾ ഓസബലും ജെറോം എസ് ബ്രൂണറും ഈ ജീൻ പിയാഷയും എല്ലാം കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകളാണ്. ആ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകളാണ്. ഇവിടെ നോക്കുക, ജീൻ പിയാഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നു. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, the child build the knowledge, the child construct the knowledge, the child evaluate the knowledge, the child make hypothesis about his own knowledge. ഒരു കുട്ടി അറിവ് നിർമ്മിക്കുകയാണ്, കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ചൈൽഡ് ബിൽഡ് ദ നോളജ് എന്നാണ്, ചൈൽഡ് കൺസ്ട്രക്ട് ദ നോളജ് എന്നാണ്. അവൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ട് അവൻ ന്യൂ തിങ്സിനെ അവൻ പഠിക്കുകയാണ് എങ്കിൽ അത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. ആ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ വക്താക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബ്രൂണർ, അതുപോലെ തന്നെ ഡേവിഡ് പോൾ ഓസബൽ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി ജീൻ പിയാഷെ. സോ ജീൻ പിയാഷെ വാസ് ബോൺ ഇൻ സ്വിറ്റ്സർലൻഡ് ഓൺ ഓഗസ്റ്റ് 9, 1896. 1896 ഓഗസ്റ്റ് മാസം 9 പിയാഷെ ജനിച്ചത്. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ജീൻ പിയാഷെയാണ്. കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ദി കൺസ്ട്രക്റ്റീവ് വ്യൂസ് ഓഫ് ലേണിംഗ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. കൺസ്ട്രക്റ്റീവ് വ്യൂസ് ഓഫ് ലേണിംഗ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു ചിന്താധാരയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. ആരെയാണ്? ജീൻ പിയാഷെയാണ്. പിയാഷെ സ്റ്റഡീഡ് ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഓൺ 3 children. സ്വന്തം കുട്ടികളിൽ, മക്കളെ നോക്കടാ, അദ്ദേഹം വേറെ എങ്ങും പോയില്ല. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റൽ ലബോറട്ടറി പ്രത്യേകിച്ച് മേക്ക് ചെയ്തില്ല. ഇതിനു വേണ്ടി സ്വന്തം കുട്ടികളിൽ പരീക്ഷണം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീൻ പിയാഷെയാണ്. പിയാഷെ സ്റ്റഡീഡ് ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഹിസ് ഓൺ 3 children. തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. സോ യൂസ് ദ വേർഡ് ഇന്റലക്ച്വൽ. വാട്ട് ഈസ് മീൻ ബൈ ഇന്റലക്ച്വൽ? ദാറ്റ് മീൻസ് കോഗ്നിറ്റീവ്, ഇന്റലക്ച്വൽ. ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ ടേമായിട്ട് ഓർത്ത് വെക്കാവൂ. ഇവിടെ കോഗ്നിറ്റീവ് എലമെന്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. തിങ്കിങ്, റീസണിങ്, റിമെമ്പറിങ് എന്നൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇന്റലക്ച്വൽ ലെവൽ അതിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഒരു ഇന്റലക്ച്വൽ എബിലിറ്റിയാണ്, ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. സോ തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ദെൻ ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളജ് എന്നും അറിയപ്പെടുന്നു. ഫാദർ ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ വേർഡ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, ജീൻ പിയാഷെ is not a genuine psychologist. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നില്ല. ജീൻ പിയാഷെ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നില്ല. ജീൻ പിയാഷെ എന്ന് പറയുന്ന വ്യക്തി ഒരു ജനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് ആയിരുന്നു.
ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ഏത് സബ്ജക്റ്റിന്റെ? ബയോളജിയുടെ. സോ ജീൻ പിയാഷെ ഈസ് എ ബയോളജിസ്റ്റ്. ജീൻ പിയാഷെ ഒരു ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു ബയോളജിക്കൽ ബ്രാഞ്ചാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനിതക ജ്ഞാനശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജീൻ പിയാഷെ ആണ്. ഹി ഈസ് നോട്ട് എ സൈക്കോളജിസ്റ്റ്, ഹി ഈസ് നോട്ട് എ ജെനുവിൻ സൈക്കോളജിസ്റ്റ്, ഹി ഈസ് നോട്ട് ആൻ ഇൻബോൺ സൈക്കോളജിസ്റ്റ്, ഹി ഈസ് എ ജനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ്. വൈ? വാട്ട് ഈസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി? ജനറ്റിക് എപ്പിസ്റ്റമോളജി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ, മറ്റു കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ അറിവ് മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യനിൽ അറിവ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? എന്നോട് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വർഷം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും. 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചാൽ പറയും ഞാൻ. അത് എൻ്റെ ഉള്ളിലുണ്ട്. അതെവിടെയാണ് ഇരിക്കുന്നത്? അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് അസിമുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് അല്ലെങ്കിൽ അറിവ് ഉണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ബയോളജിക്കൽ സ്റ്റഡീസ് ആണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. സോ ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഹി ഈസ് കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. എ വെൽ നോൺ കോൺട്രിബ്യൂട്ടർ ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇൻ ദി ഫീൽഡ് ഓഫ് സൈക്കോളജി. That I already told you, the greatest person in psychology, Jean Piaget. ഇവിടെ നോക്കുക, ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ഈസ് പ്രൈമറിലി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ നോളജ് ഡെവലപ്പ് ഇൻ ഹ്യൂമൻ ഓർഗാനിസം. ഒരു മനുഷ്യനിൽ എങ്ങനെ അറിവ് ഉണ്ടാകുന്നു, അറിവ് വികസിക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രൈമറി ആയിട്ട് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ന് പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, പിയാഷെ ഐഡന്റിഫൈഡ് 4 factors that interact to influence changes in thinking. അതായത് ഒരു വ്യക്തിയുടെ കൊഗ്നിറ്റീവ് എലമെന്റുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് 4 ഘടകങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഘടകങ്ങളിൽ ഒന്നാണ് ബയോളജിക്കൽ മെച്ചുറേഷൻ. സോ യു ജസ്റ്റ് ദ വേർഡ് ലുക്ക് അറ്റ് ദ വേർഡ് മെച്ചുറേഷൻ, then experience, then social interaction and equilibration എന്ന് പറയും. സോ എന്താണ് ബയോളജിക്കൽ മെച്ചുറേഷൻ? നമ്മൾ ജനിതകപരമായി വളർച്ച കൂടുന്നതിനനുസരിച്ച് നമ്മൾ അറിവുകൾ ആർജിച്ചെടുത്തുകൊണ്ടിരിക്കില്ലേ? കുട്ടിക്കാലത്ത് ചിന്തിക്കുന്ന കണക്കാണോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്? നമ്മൾ മെച്യൂരിറ്റി അനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറും. മനസ്സിലായല്ലോ? നമ്മുടെ മെച്ചുവേർഡ് ആകുന്നതിനനുസരിച്ച്, നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ ആരെങ്കിലും 3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഈ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ നിങ്ങളുടെ ടീനേജിലായിരിക്കും. അപ്പം മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചുറേഷൻ അനുസരിച്ചാണ് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവം അല്ലെ, നമ്മുടെ മുൻ അനുഭവം. തീയിൽ തൊടുന്ന ഒരു കുട്ടി കൈ പൊള്ളുകയാണ് എങ്കിൽ പിന്നീട് അവൻ തീയിൽ തൊടില്ല. പിന്നീട് അവൻ്റെ ചിന്തയിൽ തീ എന്ന് പറയുന്ന ഒരു സാധനം അപകടകരമാണ് എന്ന് മനസ്സിൽ ഉറക്കും. കാരണം ഹി ഹാസ് എ പ്രീവിയസ് എക്സ്പീരിയൻസ്. അവന് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ്റെ എക്സ്പീരിയൻസിലൂടെ അവനൊരു അറിവ് നേടി. അവൻ്റെ ചിന്തയിൽ ആ അറിവുണ്ട്. അവൻ്റെ ചിന്തയിൽ ആ അറിവ് സ്വാധീനിക്കും. ദ തേർഡ് വൺ, സോഷ്യൽ ഇൻട്രാക്ഷൻ. അതല്ലേ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന്, നമ്മുടെ കൊളീഗ്സിൽ നിന്ന്, നമ്മൾ മുതിർന്നവരിൽ നിന്ന്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, ലൈബ്രറിയിൽ നിന്ന്, നമ്മുടെ സറൗണ്ടിങ്സുകളിൽ നിന്നെല്ലാം നമ്മൾ എന്തുമാത്രം നോളജ് അക്വയർ ചെയ്തിട്ടുണ്ടോ നോക്കിയേ. ഇനി ഒരു രസകരമായ വസ്തുത ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങളിവിടെ നോക്കുക, ഈ ഡിജിറ്റിനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ ഡിജിറ്റിനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ ഡിജിറ്റിന് താഴോട് 0 വരെയുള്ള എല്ലാ നമ്പേഴ്സും നിങ്ങൾക്കറിയാം. ഒരു ഹ്യൂമൻ്റെ നോളജ് അക്വയറിങ് കപ്പാസിറ്റി എത്രത്തോളമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കേ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ഹ്യൂമൻ്റെ നോളജിനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഒരു ഡേറ്റ സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളടുത്ത് ഞാൻ പറയാണ്, മമ്മൂട്ടിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. മമ്മൂട്ടിയെ നിങ്ങളങ്ങ് മറന്നു കള എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സമയം മുഴുവൻ നിങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് ചിന്തിക്കും. അത്രയ്ക്കും വലിയ ഏതോ ഒരു ഉള്ളിൽ ഒരു വലിയ പ്രതിഭാസം മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത് നോളജ് അക്വയർ ചെയ്യാൻ. സോ സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇക്വിലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറിവ് സ്വീകരിക്കുമ്പോൾ ആ അറിവ് നമുക്ക് ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാനെങ്കിൽ പിന്നീട് നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ ആ അറിവിനെ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ കുട്ടിക്കാലം മുതലേ ഒരുപാട് കാര്യങ്ങൾ, ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ലേ? ആദ്യമേ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അവിടെ ഡിസിക്ലിബ്രേഷൻ സംഭവിക്കും. ആ ഡിസിക്ലിബ്രേഷൻ എന്ത് ചെയ്യുന്നു? പിന്നീട് നമ്മൾ അതിനെ തരണം ചെയ്ത്, അതിനെ നമ്മൾ സോൾവ് ചെയ്ത്, നമുക്കത് അറിയാവുന്ന ഘട്ടത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് അത് ഇക്വിലിബ്രേഷൻ പ്രോസസ് ആകും. സോ അവിടെ അതിന് കൃത്യമായ തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ 4 factors that strongly influence the ചേഞ്ചസ് ഇൻ തിങ്കിങ്ങിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അക്കോർഡിംഗ് ടു Piaget's theory,
which one out of the following will not influence one's cognitive development? ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത, തിങ്കിങ് കപ്പാസിറ്റിയെ, തിങ്കിങ് എബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലാംഗ്വേജ്, ഓപ്ഷൻ ബി സോഷ്യൽ എക്സ്പീരിയൻസ്, ഓപ്ഷൻ സി മെച്ചുറേഷൻ, ഓപ്ഷൻ ഡി ആക്ടിവിറ്റി. സോ നിങ്ങൾക്ക് രണ്ട് പദം ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുമായി അൺഫെമിലിയർ ആയിട്ട് കിടക്കുന്നു. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. നമ്മൾ ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ്, പ്രവർത്തനത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെ, ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലൂടെ നോളജ്, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും, സംശയമില്ല. സോ മെച്ചുറേഷൻ ഓൾറെഡി നോ ദാറ്റ്, സോഷ്യൽ എക്സ്പീരിയൻസ് ഓൾറെഡി നോ ദാറ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ലാംഗ്വേജിന് അദ്ദേഹം വേറൊരു രീതിയിലുള്ള ഡെവലപ്മെന്റൽ ആസ്പെക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് തിയറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ഹിയർ ഓപ്ഷൻ എ ലാംഗ്വേജ് ഇസ് ദ റൈറ്റ് ആൻസർ. സോഷ്യൽ എക്സ്പീരിയൻസ്, മെച്ചുറേഷൻ, ആക്ടിവിറ്റി ആൻഡ് ഇക്വിലിബ്രേഷൻ are the process, are the factors that influence thinking according to the greatest psychologist Jean Piaget. The next one, there are three basic components of Piaget theory. നിങ്ങൾ B.ed പഠിക്കുന്നവരാണ്, D.Ed പഠിക്കുന്നവരാണ്, സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അതല്ലെങ്കിൽ നിങ്ങൾ MSc MA സൈക്കോളജി പഠിക്കുന്നവരാണ് എങ്കിൽ മക്കളെ, നിങ്ങൾ ഈ തിയറിയെ ചുമ്മാ കയറി ചാടിക്കയറി മരത്തിൽ കയറുന്ന കണക്ക് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പഠിക്കേണ്ടത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ മൂന്ന് ലെവലിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 3 ലെവലിലാണ് ആ തിയറി ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് മുഴുവനും കുഴഞ്ഞു പോകും. ഈ 3 ലെവലിൽ ഒന്നാമത്തെ ലെവലാണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. മനുഷ്യനിൽ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നോളജ് അക്വയർ ചെയ്താൽ അതിനെ സൂക്ഷിക്കാനും അത് അക്വയർ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയും മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയുണ്ട്, സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത്. സോ അതാണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ഒരു മനുഷ്യനിൽ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. നിങ്ങളുടെ സ്ഥലപ്പേര് ചോദിക്കുമ്പോൾ നിങ്ങൾ ടപ്പ് ചെയ്ത് പറയും, അത് നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ളതാണ്. ഒന്നാം ലോക സ്വാതന്ത്ര്യ സമരം ഉണ്ടായ, അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വർഷം ചോദിച്ചാൽ നിങ്ങളടുത്ത് പറയും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, എത്ര ഓഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. സ്വാഭാവികമായിട്ടും ഇതെല്ലാം നിങ്ങൾ അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അക്വയർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഏതോ ഒരു സ്ഥലത്താണ്. ആ സ്ട്രക്ചറാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലെവൽ. രണ്ടാമത്തത് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഇവയെ പറഞ്ഞ ഈ ഒരു സാധനത്തിന്റെ, അതായത് ഈ സ്ട്രക്ചറിന്റെ ഫംഗ്ഷനിങ് ആണ് പറയുന്നത്. കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഫംഗ്ഷനിങ് ഉണ്ട്. മൂന്നാമത്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയിൽ അറിവ് നിർമ്മിക്കുന്ന സ്റ്റേജസ് ആണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള കോൺസെപ്റ്റുകൾ. സാധാരണഗതിയിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പഠിച്ചൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതാണ് പിയാഷെറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, ഈ 3 ലെവലിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. 3 ലെവലായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് പഠിക്കാം. കാരണം ഞാൻ പറയുന്ന പച്ച മലയാളമാണ് പിയാഷെറ്റ് തിയറി. പിയാഷെറ്റ് തിയറി എന്താ? ഒരു കുട്ടി തന്നെ മുന്നറിവ് വെച്ച് പുതിയ അറിവുകൾ പഠിക്കുന്ന സമയത്ത് അവന് ആ പഠിക്കുന്ന അറിവുകൾ സ്വീകരിക്കപ്പെടാനും അത് സ്റ്റോർ ചെയ്യപ്പെടാനും മനുഷ്യ മനസ്സിൽ അല്ലെങ്കിൽ മനുഷ്യനിൽ ബയോളജിക്കലായിട്ടുള്ള സ്പേസ് ഉണ്ടെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയാണ് ഈ പറയുന്ന സൈക്കോളജി അധ്യാപകരും നിങ്ങളാണ് ഏറ്റവും വലിയ ഘടകം. കാര്യം B.ed പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ M.ed പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ D.ed പഠിക്കാൻ പോകുന്ന സമയത്ത് സൈക്കോളജി പാടാണേ, LP UP പരീക്ഷ എഴുതാൻ നേരത്ത് സൈക്കോളജി പാട് എന്നുള്ളത് എൻട്രി കഴിഞ്ഞ LP UP എക്സാമിനേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ, ഏറ്റവും വേഗത്തിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലൊക്കെ ഇങ്ങനെ മണി പോലെ പിള്ളേർ ചെയ്യാൻ വില്ലിങ് ആക്കിയാണ് നമ്മൾ വിട്ടത്. സോ ഇവിടെ നിങ്ങൾക്കും ഞാൻ അങ്ങ് എത്തിക്കുകയാണ്, നിങ്ങളിലേക്കും ഞാൻ എത്തുകയാണ്. എനിക്ക് കേരളത്തിലെ എല്ലാ B.ed-നും D.ed-നും പഠിക്കുന്ന കുട്ടികളെ കാണാൻ ആഗ്രഹമുണ്ട്. എന്നെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എൻ്റെ ക്ലാസ്സുകൾ നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഒന്ന് പോകാം. ലോകത്തിന് ഒരു കിടിലൻ വേർഡ് സംഭാവന ചെയ്തു. വാട്ട് ഈസ് എ വേർഡ്? നിങ്ങൾ ജീൻ പിയാഷെ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ലോകത്തിന് മുന്നിലേക്ക് സൈക്കോളജിക്കലായിട്ട് മനുഷ്യനിൽ ഒരു ബയോളജിക്കൽ ഓർഗാൻ എന്ന് ഞാൻ പറയൂ. അതിന് വേണമെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി അധ്യാപകർ എന്നെ വിമർശിച്ചോട്ടെ. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ലോകത്തിലെ ബയോളജിക്കൽ ഓർഗാനായിട്ട് സ്കീമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്കീമ ദാറ്റ് ഈസ് ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ എൻറ്റയർ വേൾഡ് according to Jean Piaget. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ every person has schema.
നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 1നെയും 2നെയും 500നെയും 1000നെയും നിങ്ങൾ നൈട്രജനെയും ഓക്സിജനെയും ഫോസ്ഫറസിനെയും നിങ്ങൾ ഇരുമ്പിനെയും അതുപോലെ തന്നെ നിങ്ങൾ ചരിത്രത്തെയും ലോകമഹായുദ്ധങ്ങളെയും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐസക് ന്യൂട്ടനെയും ചാൾസ് ബാബേജിനെയും നിങ്ങൾ പഠിച്ച സിഗ്മണ്ട് ഫ്രൂഡിനെയും എല്ലാം നിങ്ങൾ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദ സ്ട്രക്ചർ ഈസ് നോൺ ആസ് സ്കീമ എന്ന് പറയുന്നതാണ് സ്ട്രക്ചർ. സ്കീമാസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. ദേ ആർ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓർ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വീട് നിർമ്മിച്ചിരിക്കുന്നത്, വീടെന്ന് ഞാൻ പറയുകയാണ്, ആ വീട് നിർമ്മിച്ചിരിക്കുന്നത്, ആ വീടെന്നുള്ളതാണ് നിങ്ങളുടെ നോളജ് എങ്കിൽ, ആ വീടെന്നുള്ളതാണ് നിങ്ങളുടെ അറിവെങ്കിൽ, ആ വീട് നിർമ്മിച്ചിരിക്കുന്ന ഓരോ ഇഷ്ടികകളെയും ഞാൻ സ്കീമ എന്ന് പറയുന്നു. ഈ സ്കീമകൾ ചേർന്നതാണ് നിങ്ങളുടെ അറിവ്, ഈ സ്കീമകൾ ചേർന്നതാണ് നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. എല്ലാ പേഴ്സൺസിലും കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. എന്ത് ചേർന്നാണ്? ഇഷ്ടിക ചേർന്നാണ് സ്കീമ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ്. സ്കീമ ഓർ സ്കീമാറ്റ ആർ യൂണിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ക്യാൻ ബി hierarchically categorized as well as webbed into complex relationship with one another. ഞാൻ ഇവിടെ നോക്കുക, നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് ബൂർഷ്വാസ് എന്ന് പറയുന്ന ഒരു വാക്ക്. BOURGEOIS. That is the correct spelt of the word bourgeois. It's a foreign word. Bourgeois, the opposite to proletariat എന്നൊക്കെ നമ്മൾ പറയും. So the word bourgeois എന്ന് പറയുന്ന ടേം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത് 1 B ഉണ്ട്, 2 O ഉണ്ട്, 3 U ഉണ്ട്, 4 R ഉണ്ട്, 5 G ഉണ്ട്, EGEOIS. സോ ഇതാണ് സ്പെൽസ് പറഞ്ഞത്. പുതിയൊരു വേർഡ് നിങ്ങൾ പഠിച്ചു, ഒരു മിഡിൽ അപ്പർ ക്ലാസ് ഓഫ് ദി സൊസൈറ്റി. നമ്മൾ കമ്മ്യൂണിസത്തിലേക്ക് ഒരു മിഡിൽ അപ്പർ ക്ലാസ് സൊസൈറ്റിയെ വിളിക്കുന്ന പേരാണ് ബൂർഷ്വാസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബൂർഷ്വാ എന്ന് പറയുന്ന വാക്കിന്റെ എല്ലാ ഇംഗ്ലീഷ് ലെറ്റേഴ്സും നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ദാറ്റ് ആർ ദ സ്കീമാസ് ഇൻ യുവർ ഒരു ഇന്റേണൽ പാർട്ട്. നിങ്ങളുടെ കൊഗ്നിറ്റീവ് ലെവലിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡുകളായിരുന്നു. നിങ്ങൾ ഈ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു വേർഡ് അങ്ങ് പഠിച്ചു, ബൂർഷ്വാസ്. ഇതാണ് നമ്മുടെ ന്യൂ നോളജ് അക്വയർ ചെയ്യുന്ന ഒരു എബിലിറ്റി. പ്രീവിയസ് നോളജ് വെച്ചുകൊണ്ട്, പ്രീവിയസ് വാക്കുകൾ വെച്ചുകൊണ്ട് ഒരു പുതിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ഫോറിൻ വേർഡ് നിങ്ങൾ പഠിച്ചോ. ബൂർഷ്വാസ് ഫോറിൻ വേർഡ് നിങ്ങൾ പഠിച്ചോ. സ്വാഭാവികമായിട്ടും അതാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മൾ ഡേവിഡ് പോൾ ഒസബലും പറഞ്ഞിട്ടില്ല, ക്ലാസ്സിൽ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയരുത്, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്ലാസ്സിൽ കയറി നിങ്ങൾ പഠിപ്പിക്കരുത്. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഏതെങ്കിലും മുന്നറിവ് വെച്ചുകൊണ്ടാണ്. നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കുറിച്ചാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെന്നിട്ട് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് നെൽസൺ മണ്ടേല എന്നല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഗാന്ധിജി അറിയാമോ എന്ന് ചോദിക്കണം. ഗാന്ധിജി എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ കറുത്ത വർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞാൽ പ്രീവിയസ് നോളജിലൂടെ പുതിയ നോളജിലേക്ക് കുട്ടികളെത്തി അവർക്കത് അട്രാക്റ്റീവായിട്ട് തോന്നും. അതാണ് നമ്മുടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം 2020 നാഷണൽ പോളിസിയിലൊക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. 2 ഡിസിക്ലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ. ഇനി നമ്മൾ അതിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഡിസിക്ലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഞാൻ സെയിം സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ എടുക്കുന്നു. 4 + 3 എന്ന് ഒരു കുട്ടിയെ പഠിപ്പിച്ചു, 7 എന്ന് പഠിപ്പിച്ചു. കുട്ടി അതറിയാം, കുട്ടിക്കറിയാം 4 ഉം 3 ഉം 7 ആണെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇടുകയാണ് മാത്സ് ടീച്ചർ, 3 + 4 = എത്രയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്ക് അറിയില്ല. 4 + 3 7 ആണെന്ന് കുട്ടിക്ക് അറിയാം, 3 + 4 എത്രയെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ കുട്ടിക്ക് ഒരു പുതിയ അറിവ് ഈ സ്കീമയിലേക്ക്, തൻ്റെ സ്ട്രക്ചറിലേക്ക്, സ്കീമ എന്ന് പറയുന്നത് ഇതായിരിക്കാം, മനുഷ്യന്റെ മനസ്സിലൊരു സ്കീമ, ഞാനൊരു രൂപം കൊടുക്കുകയാണ്. ഈ സ്കീമയിലേക്ക് ഈ കുട്ടിക്ക് ഈ 3 + 4 എന്നുള്ളത് കയറാൻ കാരണം അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല കുട്ടിക്ക്. സോ ഈ സിറ്റുവേഷൻ, നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമുക്കത് കൺവിൻസ്ഡ് ആകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ മക്കളെ. ദാറ്റ് ഈസ്, അദ്ദേഹം പറഞ്ഞു അതിനെ ഡിസിക്ലിബ്രേഷൻ. ഇഫ് ദ ന്യൂ സിറ്റുവേഷൻ ഈസ് നോട്ട് ഇൻ ബാലൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് സ്കീമ, then that imbalance would be referred to by the Piaget ഡിസിക്ലിബ്രേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഡിസിക്ലിബ്രേഷൻ സംഭവിച്ചു, സ്കീമയിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടിയെടുത്ത് പറയുകയാണ്, മോളെ 7 കല്ലെടുത്തോണ്ട് വരാൻ പറയുന്നു. 7 കല്ലെടുത്തോണ്ട് വന്നപ്പോൾ കുട്ടി എന്ത് ചെയ്തു? 4 കല്ല് ഇവിടെ വെച്ച് 3 കല്ല് ഇപ്പുറം വെച്ചു. അത് എണ്ണിയപ്പോൾ കുട്ടിക്ക് 7 കിട്ടി. ഇനി തിരിച്ച് ടീച്ചർ 3 കല്ല് ഇപ്പുറം വെച്ചിട്ട് 4 കല്ല് ഇപ്പുറം വെച്ചിട്ട് അതും എണ്ണാൻ പറഞ്ഞു. കുട്ടിക്ക് 7 കിട്ടി. കുട്ടി മനസ്സിലാക്കി 4 ഉം 3 ഉം 7 ഉം 3 ഉം 4 ഉം 7 തന്നെയാണ്. സ്വാഭാവികമായും സ്കീമയിലേക്ക് പുതിയ ഒരു അറിവ് അങ്ങോട്ട് കയറുന്ന ഈ പ്രോസസ്സ്, സ്കീമയിലേക്ക് നമ്മൾ ഓൾറെഡി
പുതിയുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറാണ് സ്കീമ. ആ സ്ട്രക്ചറിലേക്ക് പുതിയ അറിവ് അത് അസ്യൂം ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അസിമിലേഷൻ. The new idea or concept is adapted and fits into existing ideas or concept is known as assimilation. അപ്പോൾ what is schema, what is disequilibration, what is assimilation നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ അസിമിലേഷൻ പ്രോസസ്സിലൂടെ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. filling new information into the existing schema is known as, ഒരു പുതിയ അറിവ് എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ഉൾച്ചേർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് filling new information into existing schema is known as assimilation. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ അതുകൂടെ റെഫർ ചെയ്തേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കുക, അടുത്ത അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ സ്കീമ, ഡിസിക്ലിബ്രേഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് അസിമിലേഷൻ. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ സ്കീമ എന്ന് പറയുന്നു. ഈ സ്കീമയിലേക്ക് ഒരു പുതിയ അറിവ് ഉൾച്ചേർക്കുന്ന പ്രക്രിയ അസിമിലേഷൻ ആണ് എങ്കിൽ അസിമിലേഷനിലൂടെ ഈ സ്കീമ ഇവിടെ ഒരു സ്പേസ്, ഈ സ്കീമയിൽ ആ പുതിയ അറിവ് ഒരു സ്പേസ് കണ്ടെത്തുന്നു. നമ്മൾ പഠിച്ചുറപ്പിച്ചു വെക്കുന്നു. നമ്മൾ പഠിക്കുന്നതല്ല, ഞാനിപ്പോൾ പറഞ്ഞു 4367 എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്കീമയാണ്, നിങ്ങളുടെ സ്കീമയിലുള്ള ഒരു അറിവാണ് 4367. ആ സ്കീമയിൽ എവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഒരു പുതിയ അറിവ് നമ്മുടെ സ്കീമയിൽ എവിടെയെങ്കിലും, നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എവിടെയെങ്കിലും സ്ഥിരമാകുന്ന, അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അക്കോമഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ താമസമൊന്നല്ലേ, താമസിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ. ദ കൺസെപ്റ്റ് ഓർ ഐഡിയ വാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഓർ ആൾട്ടേർഡ് ബൈ ദ ന്യൂ കൺസെപ്റ്റ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്, ഒരു കുട്ടിയുടെ പറയുകയാണ്, അമ്മ കാണിക്കുകയാണ്, അമ്മ ഇതാണ് ആന എന്ന് പറയുന്നു, മോനെ ഇതാണ് ആന എന്ന് പറയുന്നു. തുമ്പിക്കൈയും 2 കൈയും 2 കാലും വാലുമുള്ള ഒരു ജീവി, അതെന്ത് ചെയ്യുന്നു, തടി പിടിക്കുന്നു. അമ്മയുമായി മകൻ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് അവൻ ഒരു JCB കാണുകയാണ്. JCB കാണുമ്പോഴത്തേക്ക് അമ്മയോട് പറയുകയാണ്, അമ്മ ഏതോ ഒരു ആന നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, അത് ജീവനില്ലാത്ത ഒരു ഇലക്ട്രിക് ഉപകരണമാണ്, അതൊരു വാഹനമാണ്, അത് JCB എന്നാണ് പറയുന്നത്, സോ അത് ആനയല്ല എന്ന് പറയുന്നു. അപ്പോൾ കുട്ടിയുടെ അറിവ്, പുതിയ അറിവ് കുട്ടിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, ഫർണിഷ് ചെയ്തു പുതിയൊരു അറിവ്. അതായത് ഈ ആന എന്ന് പറയുന്ന ഒരു സാധനമല്ല, തുമ്പിക്കൈ പോലെ ഇരിക്കുന്ന JCB എന്ന് പറയുന്നത് അത് വേറൊരു എക്യുപ്മെന്റ് ആണ്, ഒരു ഉപകരണമാണ് എന്നുള്ളൊരു പുതിയ അറിവ് കുട്ടി എന്ത് ചെയ്തു, ഫർണിഷ് ചെയ്തു. അങ്ങനെയാണ് അക്കോമഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പുതിയ അറിവ് ഉൾച്ചേർന്ന് അത് സ്ഥിരമാകുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കീമ സ്ട്രക്ചറാണ്, സ്കീമയിലേക്ക് പുതിയ അറിവ് കയറുമ്പോൾ ഇൻബാലൻസ് ചെയ്യുന്നത് ഡിസ്ക്വിലിബ്രേഷൻ ആണ്, അറിവ് കയറുന്ന പ്രോസസ്സ് അസിമിലേഷൻ ആണ്, കയറി ഉറയ്ക്കുന്ന പ്രോസസ്സിനെ അക്കോമഡേഷൻ എന്ന് പറയാം. സോ അക്കോമഡേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ കൺഫ്യൂഷൻ എല്ലാം മാറി, അക്കോമഡേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ കൺഫ്യൂഷൻ എല്ലാം മാറി, കുട്ടിക്ക് ആ അറിവ് എന്നുള്ളത് കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ ഇൻബാലൻസ്ഡ് ആയിരുന്ന ആ ഒരു അറിവ്, ഞാൻ 4+3 3+4 എന്നുള്ളത് ഇൻബാലൻസ്ഡ് ആയിരുന്നു, അത് കുട്ടിയുടെ സ്കീമയുടെ ഭാഗമായി പൂർണ്ണമായി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് സ്കീമ, രണ്ടാമത്തത് ഡിസിക്വിലിബ്രേഷൻ, മൂന്നാമത്തത് അസിമിലേഷൻ, 4 അക്കോമഡേഷൻ, അഞ്ചാമത്തത് ഇക്വിലിബ്രേഷൻ. 5 കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ സ്കീമ ഒഴിച്ച് ബാക്കി 4 ഫംഗ്ഷൻ ആണ്. ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അഡാപ്റ്റേഷൻ ഒരു ബയോളജിക്കൽ ടേം ആണ്. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ് എന്നറിയാം. നമ്മളിവിടെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള മുഴുവൻ അറിവുകളും നിങ്ങളാകുന്ന ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളിലും നിങ്ങൾ പ്രയോഗിക്കും, അല്ലേ? നമ്മൾ പഠിച്ച അറിവുകൾ നമ്മൾ പ്രയോഗിക്കും, നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം പ്രയോഗിക്കും. ആ പ്രയോഗിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അഡാപ്റ്റേഷൻ, ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് വി absorb new knowledge or adjust our cognitive schemas in the presence of information that cannot fit into the existing cognitive schema. സിമ്പിൾ ആണ്. നിങ്ങളടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങളടുത്ത് ഞാൻ ചാൾസ് ബാബേജിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ചിന്തിക്കുമോ? ഇല്ല. നിങ്ങൾ കമ്പ്യൂട്ടറെ ചിന്തിക്കുമോ? നിങ്ങളടുത്ത് ഞാൻ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സ് ചിന്തിക്കുമോ? നിങ്ങൾ ഹിസ്റ്ററി ചിന്തിക്കുമോ? അതായത് നിങ്ങളുടെ ചിന്തകളുടെ, നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് അതെന്ത് ചെയ്തു, അത് മാറിക്കഴിഞ്ഞു. ഞാൻ മാത്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെങ്കിലും അക്ബറിനെയും ജഹാംഗീറേയും ഓർക്കുവോ? ഞാനിവിടെ ഗ്രഹങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഓർക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേടിയിട്ടുള്ള അറിവിന് സ്പേസ് ഉണ്ടാവുകയും ആ സ്പേസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ജീൻ പിയാഷെ അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷണറി അഡാപ്റ്റേഷൻ ടു ദ പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അഡാപ്റ്റേഷൻ എന്നൊരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന് ആ വ്യക്തിയുടെ കോഗ്നിറ്റീവ് എലമെന്റിൽ
കാര്യമായ മാറ്റമുണ്ടാകുന്നു. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. അക്കോർഡിംഗ് ടു Piaget, ചിൽഡ്രൻ ലേൺ ബൈ. ചിൽഡ്രൻ എങ്ങനെയാണ് അറിവ് നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് ആൻസർ പ്രോസസ് ഓഫ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷനിലൂടെ ആ പ്രോസസ്സ് നേടി കുട്ടി പുതിയ അറിവ് നേടി, പഴയ അറിവിലൂടെ കുട്ടി പുതിയ അറിവ് നേടി. സോ ഇതാണ് ഫങ്ഷൻസ്. ആദ്യമേ മനസ്സിലാക്കുക കോഗ്നിറ്റീവ് സ്ട്രക്ചർ സ്കീമയാണ്, അതിനുശേഷം ഡിസിക്ലിബ്രേഷൻ, അതിനുശേഷം അസിമിലേഷൻ, അതിനുശേഷം അക്കോമഡേഷൻ, അതിനുശേഷം ഇക്വിലിബ്രേഷൻ, അതിനുശേഷം അഡാപ്റ്റേഷൻ. സോ ദീസ് അഡാപ്റ്റേഷൻ പ്രോസസ്സിലൂടെ കുട്ടി അറിവ് നേടുന്നു. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വ്യാപകമായി നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ തേടുന്ന നിങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കോളജി ക്ലാസ്സുകൾ സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ ലെറ്റ് വി മീറ്റ് അഗെയിൻ. താങ്ക് യു.